നോമിനേഷൻ സമർപ്പിക്കാൻ ഇനിയിപ്പോൾ ഒരു പ്രവൃത്തി ദിനം മാത്രമാണ് ബാക്കിയുള്ളത്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, പറയൂ, ഒരു പ്രവൃത്തി ദിവസം മാത്രമാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളത്. അപ്പോഴത്തേക്ക് എല്ലാവരും പത്രിക സമർപ്പിച്ച് കഴിയുമോ എന്നാണ് പ്രവിധ നേരത്തെ ചോദിച്ചത്. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണത്തിന് ഇനി സ്ഥാനാർത്ഥികളുടെ മുന്നിലുള്ളത് ഒരൊറ്റ പ്രവൃത്തി ദിനം മാത്രമാണ്. തിങ്കളാഴ്ച 11 മുതൽ 3 മണി വരെയാണ് ആ പത്രികാ സമർപ്പണത്തിനുള്ള സമയം. 15 മിനിറ്റാണ് ഒരു പത്രിക സ്വീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. റിനു, കേൾക്കാമോ? പറഞ്ഞോളൂ. തീർച്ചയായും പ്രവിധ, എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഇന്നും നാമനിർദ്ദേശ പത്രികകൾ നിരവധി പേർ സമർപ്പിച്ചു. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായി നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇനി ഒരു ദിവസം മാത്രമാണ്, നാളെ ഞായറാഴ്ച പൊതു അവധിയാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളത്. 15 മിനിറ്റ് മാത്രമാണ്. ഇനിയും നിരവധി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉണ്ട്. 24-ാം തീയതിയാണ് സൂക്ഷ്മ പരിശോധന. പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന ദിനം 26-നാണ്. ഈ മാസം 26-നാണ്. അതിൽ തന്നെ വലിയ പ്രതിഷേധം ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഉയർന്നിരുന്നു. ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ദിവസങ്ങളിലാണ് ഇതെല്ലാം തന്നെ സജ്ജീകരിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നടക്കമുള്ള കാര്യങ്ങൾ. തിരുവനന്തപുരത്ത് പ്രധാനമായും മന്ത്രി വി ശിവൻകുട്ടി അടക്കം, ഒപ്പം രാജീവ് ചന്ദ്രശേഖർ അടക്കം ഇന്ന് പത്രിക സമർപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ആർ ശ്രീലേഖ, വി കെ പ്രശാന്ത്, വി മുരളീധരൻ, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ, ഡി കെ മുരളി, അതുപോലെ മനോജ് എടവന, രമ്യ ഹരിദാസ് എന്നിവരാണ് പ്രധാനപ്പെട്ടവർ ഇന്ന് തിരുവനന്തപുരത്ത് പത്രിക സമർപ്പിച്ച പ്രധാനികൾ എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ മാണി സി കാപ്പൻ പാലായിൽ, കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ്, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ എന്നിവരും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ LDF സ്ഥാനാർത്ഥി വി കെ പ്രശാന്തും പത്രിക ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലയിലെ വിവിധ മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. മന്ത്രി കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് പത്രിക സമർപ്പിച്ചു. പേരാമ്പ്ര LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. കുന്നമംഗലം LDF സ്ഥാനാർത്ഥി PT റഹീം, തിരുവമ്പാടി LDF സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫ്, കൊയിലാണ്ടി മണ്ഡലം LDF സ്ഥാനാർത്ഥി K ദാസൻ, കുറ്റ്യാടി LDF സ്ഥാനാർത്ഥി KP കുഞ്ഞുമുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഒരു നീണ്ട നിര തന്നെ ഉണ്ടെന്ന് പത്രിക സമർപ്പിച്ചവരിൽ. എന്തായാലും തിങ്കളാഴ്ച അവസാനിക്കുമ്പോൾ പത്രിക സമർപ്പിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടപ്പടി എല്ലാം അവസാനിക്കും. തുടർന്ന് മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങി വോട്ട് തേടുന്ന ഒരു തിരക്കിലായിരിക്കും സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ്. പ്രചരണത്തിലേക്ക് കടക്കും. തുച്ഛമായ ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് മുന്നണികളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്. എന്തായാലും 15 മിനിറ്റ് മാത്രമാണ് ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ നിലവിൽ അവസരമുള്ളത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ഒറ്റ ദിവസം കൊണ്ട് പൂർണ്ണമായി ഇനിയുള്ള സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ വേണ്ടി കഴിയുമോ എന്നുള്ളൊരു ആശങ്ക കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.